നമ്മുടെ ഭരണ സംവിധാനം എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് രാഷ്ട്രീയ നേതാക്കളും ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് കൊണ്ടുപോകുന്ന ഒരു യന്ത്രമാണ്. അതായത് നിർത്താൻ കഴിയാത്ത യന്ത്രം. എപ്പോഴും ഈ ഭരണയന്ത്രത്തിൻ്റെ ചക്രങ്ങൾ ഇങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ ചലിക്കാതിരുന്നാൽ അത് നമ്മുടെ നാടിൻ്റെ സാമൂഹ്യ സ്ഥിതിയെ തന്നെ, രാഷ്ട്രീയ സ്ഥിതിയെ തന്നെ, സാമൂഹ്യ ജീവിതത്തെ തന്നെ, ഭരണ സംവിധാനത്തെ തന്നെ ആകെ തകർക്കും. അതാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഈ യന്ത്രത്തിലെ ചക്രങ്ങൾ പരസ്പരം കൂടിച്ചേർന്നാണ് ഒരു പല്ല് മറ്റൊരു പല്ലിനെ നീക്കും, ആ പല്ല് കറങ്ങി ചെന്ന് മറ്റൊരു പല്ലിനെ നീക്കും. അതാണ് ഈ യന്ത്രത്തിൻ്റെ സംവിധാനം എന്ന് പറയുന്നത്. ഈ ചക്രങ്ങളുടെ പല്ലുകൾ പരസ്പരം പോരടിച്ചാൽ, അതായത് ഒരു പല്ല് നീങ്ങി മറ്റൊരു പല്ല് നീക്കി ആ ചക്രം കറങ്ങുന്നു, ആ ചക്രം കറങ്ങി മറ്റൊരു ചക്രത്തിൽ പിടിക്കുന്നു, അത് കറങ്ങുന്നു. ഇങ്ങനെ ചക്രങ്ങളുടെ ഒരു സങ്കലനമായി നടക്കുന്ന ചലനമാണ് ഈ ഭരണം എന്ന് പറയുന്നത്. അതാണ് ഭരണചക്രം എന്ന് നമ്മളതിനെ പറയാൻ കാരണം. പക്ഷേ ഈ ചക്രങ്ങൾ പരസ്പരം തമ്മിലടിച്ചാൽ, പരസ്പരം പോരടിച്ചാൽ, ഒരു ചക്രം പിടിച്ച് കറക്കുമ്പോൾ മറ്റൊരു ചക്രം കറങ്ങാതിരുന്നാൽ ഈ ഭരണയന്ത്രം നിലച്ചു പോകും. നമ്മുടെ കേരളത്തിലെ ഭരണയന്ത്രം ഇപ്പോൾ ഏകദേശം അതേ അവസ്ഥയിലാണ്. അതിന് ഇന്ധനം നൽകുന്ന, ആ യന്ത്രത്തിന് പ്രവർത്തിക്കാനുള്ള ഇന്ധനം നൽകുന്നത് രാഷ്ട്രീയ പാർട്ടികളും ജനങ്ങളുടെ പിന്തുണയോടുകൂടിയുള്ള രാഷ്ട്രീയ പാർട്ടികളാണ്. പക്ഷേ രാഷ്ട്രീയ പാർട്ടികളും ഇപ്പോൾ വല്ലാതെ, അതായത് ഈ ഭരണത്തെ നിയന്ത്രിക്കുന്ന എക്സിക്യൂട്ടീവ് നയിക്കുന്ന, ഭരണ സംവിധാനം നയിക്കുന്ന രാഷ്ട്രീയ നേതൃത്വവും വല്ലാതെ തകർന്നിരിക്കുന്നു. നമ്മൾ പറയുന്നത് ഈ ഉദ്യോഗസ്ഥന്മാരുടെ ചേരിപ്പോര് രൂക്ഷമായിരിക്കുകയാണ്. പിന്നെ എങ്ങനെ ഇവിടെ ഭരണം നേരെയാകും? കേരളത്തിൽ നമ്മൾ ഒരു കാലഘട്ടത്തിലും ഒരു IAS ഉദ്യോഗസ്ഥന്മാർ തമ്മിൽ പരസ്പരം പഴിചാരുകയാണ്. എത്ര സീനിയറായ ഒരു IAS ഉദ്യോഗസ്ഥനെ ഒരു ജൂനിയറായ IAS ഉദ്യോഗസ്ഥൻ അധിക്ഷേപിക്കുന്നു, അധിക്ഷേപിച്ചുകൊണ്ട് പരസ്യമായി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുന്നു. ഇതിനെയൊന്നും നിയന്ത്രിക്കാൻ കഴിയാതെ ഈ ഭരണകൂട നിയന്ത്രിക്കേണ്ട രാഷ്ട്രീയ നേതൃത്വം വായും പിളർന്ന് നോക്കി നിൽക്കുന്നു. എന്തൊരു ഗതികേടാണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചിരിക്കുന്നത്. ശക്തമാണ്, സ്ട്രോങ് ആണെന്നൊക്കെ പറയുന്ന ഒരു പാർട്ടി നയിക്കുന്ന ഒരു ഗവൺമെൻറ് ഇത്തരത്തിൽ കേരളത്തെ നശിപ്പിക്കുന്നതെന്ന് കാണുമ്പോൾ വല്ലാതെ നോക്കുന്നു. അതിൻ്റെ കൂടെ നമ്മുടെ ഈ ഭരണയന്ത്രത്തിന് സഹായിക്കുന്നത് നമ്മുടെ മാധ്യമങ്ങളാണ്. മാധ്യമവും ഇതിൽ ഒരു പക്ഷത്ത് ചേർന്ന് പരസ്പരം അല്ലടിക്കുന്ന IAS ഉദ്യോഗസ്ഥന്മാരിൽ ഒരു ഉദ്യോഗസ്ഥനെ പിന്താങ്ങുകയും ഒരു ഉദ്യോഗസ്ഥനെ അടച്ചാക്ഷേപിക്കുകയും ചെയ്യുന്ന രീതി പ്രധാനപ്പെട്ട മാധ്യമവും രംഗത്ത് വന്നാൽ പിന്നെ തീർന്നു നമ്മുടെ കാര്യം. കേരളം ഇപ്പോൾ അതാണ് സംഭവിക്കുന്നത്. കേരളത്തിലൊരു പ്രധാന മാധ്യമം ഒരു IAS ഉദ്യോഗസ്ഥനെതിരായിട്ട് വാർത്തകൾ കൊടുക്കുന്നു എന്ന് അയാൾ തന്നെ പറയുന്നു. അയാൾ മറ്റൊരാളിനെ ആക്ഷേപിക്കുന്നു. അതായത് നമ്മുടെ അടുത്ത ചീഫ് സെക്രട്ടറി ആകാനുള്ള ആളിനെ വേണ്ടിയിട്ട് അയാളെ അധിക്ഷേപിക്കുന്നു. ഇങ്ങനെ നിരവധി സംഭവങ്ങളാണ്. ഇപ്പോൾ IASകാരൻ മാതൃഭൂമി മുതലാളിമാരെ, അതെ, കോടതിക്കകത്ത് മാതൃഭൂമി എന്ന പത്രമാണ് ഇപ്പോൾ ഏറ്റവും അധികം ചർച്ചയാകുന്നത്. അതിലുള്ള വാർത്തകളുമാണ് ചർച്ചയാവുന്നത്. പ്രശാന്ത് ബ്രോ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു IAS ഓഫീസറുണ്ട്. അവിടെ കോഴിക്കോട് കളക്ടർക്കായിരുന്ന ആളാണ്. ആ പ്രശാന്ത് ബ്രോ ഇപ്പോൾ ആകെ മാതൃഭൂമിക്കെതിരെ ശക്തമായി രംഗത്ത് വന്നിരിക്കുന്നു. ഇതൊരു കള്ളപ്പത്രമാണ്, ഈ പത്രം വായിച്ചാൽ കുട്ടികൾ നശിച്ചു പോകും എന്നൊക്കെ പറഞ്ഞാണ്. കേരളത്തിലെ സിവിൽ സർവീസ് ചരിത്രത്തിൽ ഇത് സമാനമായ വിമർശനം ഒരു IASകാരനെതിരെയും മറ്റൊരാൾ ഉന്നയിച്ചിട്ടില്ല. അടുത്ത ചീഫ് സെക്രട്ടറിയാണ് ജയതിലക്. എന്നാൽ ആ ജയതിലകിനെതിരായിട്ടാണ് പ്രശാന്ത് എന്ന് പറയുന്ന ജൂനിയറായ ഒരു IAS ഉദ്യോഗസ്ഥൻ ആക്ഷേപങ്ങളുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. പൊതുവെയുള്ള ഇതിനെയും എല്ലാത്തിനെയും പരിഹസിക്കുന്നതിലേക്ക് പ്രശാന്ത് മാറുകയാണ്. ഇതിനെ IAS അസോസിയേഷനും സർക്കാരും എങ്ങനെ എടുക്കുമെന്നതാണ് നിർണായകം. ഈ പോരിൽ ഏത് പക്ഷത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലയുറപ്പിക്കുമെന്നതാണ് ഇനി അറിയേണ്ടത്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഗവൺമെൻറ് ഒരു തരത്തിൽ പോലും ഈ ഗവൺമെൻറ്റിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിൽ, കാരണം സ്വയം കഴിവില്ലായ്മ തെളിയിക്കുകയാണ്. കാരണം IAS ഓഫീസർമാരെ പോലും നിയന്ത്രിക്കാനോ അവരുടെ ഇടയിലുള്ള ചേരിപ്പോര് പരസ്യമായി, അതും സോഷ്യൽ മീഡിയയിൽ അവർ പോസ്റ്റ് ഇടുന്നത് പോലും നിയന്ത്രിക്കാൻ കഴിയാതെ പോയിരിക്കുന്നു. ഒരു സാധാരണ ഒരു ഉദ്യോഗസ്ഥൻ ഒരു മുഖ്യമന്ത്രിക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ടതിന് അയാൾക്കെതിരെ കേസെടുക്കുകയും അയാളെ പിടിച്ച് അകത്തിടുകയും ചെയ്ത ഗവൺമെൻറ്റാണ് ഇപ്പോൾ IAS ഓഫീസർ ഒരു അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കെതിരെ മറ്റൊരു IAS ഓഫീസർ പോസ്റ്റ് ഇട്ട് ആക്ഷേപിച്ചിട്ടും, കേരളത്തിലെ പ്രമുഖമായൊരു പത്രത്തെ ആക്ഷേപിച്ചിട്ടും ഒന്നും ചെയ്യാൻ പറ്റാതെ വായും പിളർന്ന് നിൽക്കുന്നത്.